الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചു ജീവിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് എന്നോർത്തുകയാണ് തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുക. റബ്ബ് സുബ്ഹാനഹു വ തആല മുഅ്മിനായി, മുസ്ലിമായി, മുത്തഖിയായി ജീവിച്ച് മരണപ്പെടാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു വിശ്വാസി അവന്റെ ഈമാൻ കൊണ്ടും അമലു സ്വാലിഹാത്തുകൾ കൊണ്ടും ഉണ്ടാക്കിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവന്റെ ഹൃദയവിശുദ്ധി, ജീവിത വിശുദ്ധി എന്നുള്ളതാണ്. പുറമെ നന്നായി വസ്ത്രം ധരിച്ച് ഇസ്ലാമിക വേഷങ്ങൾ ധരിച്ച് പ്രകടമായി ഇബാദത്തുകളൊക്കെ ചെയ്ത് ജീവിക്കുമ്പോഴും ഹൃദയം അത് ശുദ്ധമല്ല എങ്കിൽ, അത് കളങ്കമാണ് എങ്കിൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല എന്നതാണ് വസ്തുത. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള ഒരു ഹദീസിലൂടെ നമുക്ക് കാണാം, ഇന്ന ലില്ലാഹി ആനിയത്തും മിൻ അഹ്ലിൽ അർദ്. അല്ലാഹുവിന് ഭൂമിയിൽ ചില പാത്രങ്ങളുണ്ട്. പാത്രം. എന്നിട്ട് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അതിനെ ഒന്നുകൂടി വിശദീകരിക്കുകയാണ്, വആനിയത്തു റബ്ബക്കും ഖുലൂബു ഇബാദിഹി സ്വാലിഹീൻ. അള്ളാഹുവിന്റെ പാത്രങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വാലിഹീങ്ങളായ നല്ല മനുഷ്യരായ ആളുകളുടെ ഹൃദയങ്ങളാണ്. ഹൃദയം ഒരു പാത്രത്തെ പോലെ അള്ളാഹുവിന്റെ പാത്രമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എന്നിട്ട് ഒന്നും കൂടെ പറഞ്ഞു, അഹബ്ബുഹാ ഇലൈഹി അൽയനുഹാ വഅറഖുഹാ. അതുകൊണ്ട് തന്നെ അവനെ
ഇഷ്ടപ്പെടുന്ന ആളുകൾ ആ ഹൃദയത്തെ അതിനുവേണ്ടി ശരിപ്പെടുത്തുകയും ലോലമാക്കുകയും ചെയ്യും. അള്ളാഹുവിന് ഇഷ്ടമുള്ള അവൻ പറഞ്ഞ രൂപത്തിൽ ആ ഹൃദയത്തെ സൂക്ഷിച്ച് സംരക്ഷിച്ച് കൊണ്ടു നടക്കും എന്നർത്ഥം. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ നമ്മുടെ ഓരോ അവയവങ്ങളെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കും. ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടും. ആ കൂട്ടത്തിൽ എടുത്തു പറഞ്ഞ അവയവങ്ങളാണ് ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ഇത് ഖുർആൻ സൂറത്ത് ഇസ്രായിലൂടെ പഠിപ്പിക്കുക. കേൾവി, കാഴ്ച, അതുപോലെ ഹൃദയം, ഇത് മുഴുവൻ ഓരോന്നും ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. എന്താണ് നീ കണ്ടത്? എന്തൊക്കെയാണ് കേട്ടത്? എന്തൊക്കെയാണ് നീ നിന്റെ ഹൃദയത്തിൽ കൊണ്ടു നടന്നത്, ചിന്തിച്ചത്? ഈ കാര്യം അല്ലാഹു ചോദിക്കുക തന്നെ ചെയ്യും. നമ്മൾ ഓരോരുത്തരും ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ നൽകിയിട്ടുള്ള ഒരു പാത്രത്തെ പോലെയുള്ള നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കേണ്ടത് പുണ്യങ്ങളാണ്, നന്മകളാണ്. മഹാനായ ഇമാം മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൽ നിന്നുള്ള ഒരു അസർ നമുക്ക് കാണാം. ഇന്നൽ അബ്റാറ തഗ്ലി ഖുലൂബഹും ബിഅഅമാലിൽ ബിർരി വത്തഖ്വ. പുണ്യം ചെയ്യുന്ന ആളുകൾ, പുണ്യവാന്മാർ, അവരുടെ പ്രത്യേകത തഗ്ലി ഖുലൂബഹും, അവരുടെ ഹൃദയത്തിൽ അവർ ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കും. ഹൃദയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, അത് നിറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. ബിഅഅമാലിൽ ബിർരി വത്തഖ്വ, പുണ്യകർമ്മങ്ങൾ കൊണ്ടും തഖ്വ കൊണ്ടുമാണ് അവരതിനെ നിറക്കുക. എന്നാൽ വഇന്നൽ ഫുജ്ജാറ തഗ്ലി ഖുലൂബഹും, ഫുജ്ജാറുകളായ ചമ്മാടികളായ ആളുകൾ അതിനെ നിറക്കുന്നത് ബിഅഅമാലിൽ ഫുജൂർ വൽ മഅസിയ, തമ്മാടിത്തം കൊണ്ടും തെറ്റുകൾ കൊണ്ടുമാണ് അതിനെ മഷ്ഗൂലാക്കുന്നത്. ഹൃദയത്തിൽ ഏതു സമയവും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വല്ലാഹു യറാ ഹുമൂമക്കും, മനുഷ്യരെ, അള്ളാഹു നിങ്ങളുടെ ഹൃദയ ചിന്തകളെ കുറിച്ച് കാണുന്നവനാണ്. ഹൃദയത്തിലുള്ളത് അറിയുന്നവൻ റബ്ബ് മാത്രമാണ്. അത് അള്ളാഹുവിന്റെ സിഫത്താണ്, മറ്റൊരാളുടെ ഹൃദയത്തിലുള്ള കാര്യം അറിയുക എന്നുള്ളത്. അതുകൊണ്ട് ഫൻദുറൂ, നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം, ചിന്തിക്കണം, പരിശോധിക്കണം. മാ ഹുമൂമക്കും റഹിമക്കുമുല്ലാഹ്, അള്ളാഹുവിന്റെ അനുഗ്രഹം നിങ്ങളിൽ ഉണ്ടാവട്ടെ. നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഹമ്മ്, നിങ്ങളുടെ വേവലാതി എന്താണ്, ടെൻഷൻ എന്താണ്? ഹൃദയം സദാസമയത്തും നല്ലൊരു സമയത്തും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? നല്ല കാര്യങ്ങളെ കുറിച്ചാണോ? പരലോകമാണോ വേവലാതി? അതല്ലെങ്കിൽ ദുനിയാവിന്റെ ഏതെങ്കിലും വിഷയങ്ങളാണോ? തിന്മകളെ കുറിച്ചാണോ? ഇതൊക്കെയാണോ? നിങ്ങൾ ആലോചിക്കണം. റബ്ബ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്, ഒരു തോട്ടത്തിൽ ഒരാൾ കയറി, അയാളുടെ കയ്യിൽ ഒരു പാത്രം ഉണ്ടെന്ന് വിചാരിക്കും. ആ തോട്ടത്തിൽ അയാൾക്ക് ഉപകാരമുള്ള കായ്ക്കനികളുണ്ട്, കാണാൻ ഭംഗിയുള്ള പുഷ്പങ്ങളുണ്ട്, പൂവുകളൊക്കെ ഉണ്ട്. അതോടൊപ്പം വിഷച്ചെടികളും വിഷപ്പൂവുകളും വിഷക്കായകളും ആവശ്യമില്ലാത്തതൊക്കെ അവിടെ ഉണ്ട്. ബുദ്ധിയുള്ളൊരു മനുഷ്യൻ എന്താ ചെയ്യാ? ഈ പാത്രത്തിലേക്ക് ഏറ്റവും ആവശ്യമുള്ളത്, മറ്റൊന്നും കലരാത്ത ഇതൊക്കെ അയാൾ ശേഖരിക്കും. ഇതുപോലെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഹൃദയം എന്ന പാത്രത്തെ നന്മ കൊണ്ട് നിറച്ചിട്ട് ശുദ്ധിയുള്ളതാക്കണം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിന്ന് പ്രവാചകൻ തിരുമേനി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഒരിക്കൽ സഹാബത്തിന്റെ ഒരു കൂട്ടം സഹാബികൾ ഇരിക്കുമ്പോ പ്രവാചകൻ അവരോട് പറഞ്ഞു, യസ്തഹ്യൂ മിനല്ലാഹി തആല ഹഖ്ഖുൽ ഹയാ. സഹാബത്തെ, ഇസ്തഹ്യൂ മിനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ കാര്യത്തിൽ ലജ്ജയുള്ളവരാവണം. എങ്ങനെ? ഹഖ്ഖുൽ ഹയാ,
ഏറ്റവും എങ്ങനെയാണോ ലജ്ജ ഉണ്ടാവുന്നത് അങ്ങനെ നിങ്ങൾക്ക് ലജ്ജ ഉണ്ടാവണം. അതെന്താ? മനുഷ്യർ കണ്ടാൽ മോശം തോന്നുന്ന പലതും ഒറ്റയ്ക്ക് ചെയ്യുന്ന മനുഷ്യരുണ്ട്. ആളുകളൊക്കെ കണ്ടാൽ അത് മോശമാണ്, അവിടെ മാറി നിന്ന് ചെയ്യുന്ന മനുഷ്യർ. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, നിങ്ങൾ ഏറ്റവും നന്നായി ലജ്ജിക്കേണ്ടത് നിങ്ങളുടെ റബ്ബിന്റെ വിഷയത്തിലാണ്. എന്നിട്ട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോൾ സ്വഹാബികൾ പ്രവാചകനോട് തിരിച്ചു പറയുകയാണ്, നബിയെ, ഞങ്ങൾ അല്ലാഹുവിനെ നന്നായി അവനെ ലജ്ജിക്കുന്നവരാണ്, അൽഹംദുലില്ലാഹ്, ആ ലജ്ജയുള്ളവരാണ് ഞങ്ങൾ. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾ ലജ്ജയുള്ളവരാണ്, പക്ഷേ ആ ലജ്ജ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് മനിസ്തഹിയാ മിനല്ലാഹി ഹഖ്കുൽ ഹയാ ഫൽയഹ്ഫിദു റഅസ വമാ വഅ. പ്രവാചകൻ വിശദീകരിച്ചു കൊടുക്കുക, ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, ആരാണോ അള്ളാഹുവിൽ കൃത്യമായി അള്ളാഹുവിനെ പറ്റി ലജ്ജ തോന്നുന്നവൻ, അവൻ അവൻ അവന്റെ തലയെ സൂക്ഷിക്കട്ടെ, വമാ വഅ, അതിലുള്ളതിനെ. പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചു, അവൻ അവന്റെ ബുദ്ധിയെ സൂക്ഷിക്കട്ടെ, അതിൽ ആവശ്യമുള്ളത് മാത്രം പ്രവേശിപ്പിക്കട്ടെ, ചളി കയറുന്ന അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. മറ്റു ചിലർ പറഞ്ഞു, തല എന്ന് പറയുന്നതിനെ മുഴുവനും കണ്ണ്, മൂക്ക്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കട്ടെ. അനാവശ്യമായ കാഴ്ചകൾ, കേൾവികൾ, അതിലൂടെ ഹൃദയത്തിലേക്ക് കയറുന്ന ചളികൾ, അത് സൂക്ഷിക്കുന്നവനാണ് അള്ളാനെ കുറിച്ച് ലജ്ജയുള്ളവൻ. ഒന്നുകൂടെ പറഞ്ഞു, അതേപോലെ തന്നെ വൽയഹ്ഫിദുൽ ബത്ന വമാ ഹവാ, വയറിലേക്ക് ഹറാമ് അതെത്തുന്നത് സൂക്ഷിക്കുന്നവനാണ് അള്ളാഹുവിനെ കുറിച്ച് ലജ്ജയുള്ളവൻ. അല്ലേ? കൈക്കൂലിയായി, ലോട്ടറിയായി, പലിശയായി, മറ്റുള്ളവരെ വഞ്ചിച്ച്, അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് ഉപയോഗിച്ച്, പലപ്പോഴും സകാത്ത് പോലും നൽകാതെ ഹറാമ് കലർന്ന ഭക്ഷണം കഴിക്കുന്ന മനുഷ്യർ, അവൻ അള്ളാഹുവോട് കാലാകാലം അള്ളാഹു അക്ബർ അല്ലെങ്കിൽ യാ റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അള്ളാഹുവിനെ കുറിച്ച് അവനൊരു ലജ്ജയുമില്ല. എന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വൽയദ്കിരിൽ മൗത്ത് വൽ ബലാ, ഇതുണ്ടാവണമെങ്കിൽ എന്ത് വേണം? മരണത്തെ കുറിച്ച് നിങ്ങൾ ഓർക്കണം. വൽ ബലാ, നിങ്ങൾ മരിച്ചു കഴിഞ്ഞ് നിങ്ങൾ നുരുമ്പി പോകുന്ന അവസ്ഥകളെ കുറിച്ച് ഓർക്കണം. ഇല്ലെങ്കിൽ ഹറാമും ഹലാലും നോക്കാൻ കഴിയില്ല. ഇല്ലെങ്കിൽ കണ്ണിനെ, കാതിനെ, ഹൃദയത്തെ ശുദ്ധിയാക്കാൻ പറ്റില്ല. ഒറ്റ മരുന്നേ ഉള്ളൂ, നിങ്ങളുടെ മരണത്തെ കുറിച്ച് നിങ്ങൾ ഓർക്കണം. അല്ല സുഹൃത്തുക്കളെ, ഓരോ ദിവസങ്ങളിലും നമ്മൾ കേൾക്കുന്ന മരണവാർത്തകൾ, കഴിഞ്ഞൊരാഴ്ച ഇങ്ങനെ ബാക്കോട്ട് നോക്ക്, 35 വയസ്സുകാരൻ, 28 വയസ്സുകാരി നമ്മുടെ അനുഭവത്തിൽ വന്നു. ഇന്നലെ 3-4 കുട്ടികൾ അല്ലേ നമ്മൾ കണ്ടു. അല്ലാഹു ആ കുടുംബത്തിനൊക്കെ സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്രതീക്ഷിതമായി വരുന്ന മരണത്തെ, അതിനപ്പുറത്ത് ആരും എന്തൊക്കെ എങ്ങനെയൊക്കെ നേടിയിട്ടുണ്ടെങ്കിലും ഒരാൾക്കും നിലനിന്ന് പോവാൻ കഴിയാതെ ഈ ശരീരം നുരുമ്പുന്ന അവസ്ഥകളെ കുറിച്ച് നിങ്ങൾ ഓർക്കണം. വമൻ അറാദൽ ആഖിറ തർക സീനത്തുൽ ഹയാത്തിദ് ദുനിയ, ആരാണോ ഈ ആഖിറത്തിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്, അവന് മാത്രമേ ദുനിയാവിന്റെ അലങ്കാരങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റൂ. ഫമൻ ഫഅല ദാലിക ഫഖദ് ഇസ്തഹിയ മിനല്ലാഹി ഹഖൽ ഹയാ. ഈ പറഞ്ഞതൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ കൊണ്ടുവരാൻ ശ്രദ്ധയുണ്ടെങ്കിൽ അവനാണ് യഥാർത്ഥത്തിൽ അല്ലാഹുവിൽ ഏറ്റവും നന്നായി പറയുന്ന രൂപത്തിൽ ലജ്ജിക്കുന്നവനെന്നാൽ. അതിൽ കൂട്ടത്തിൽ പ്രവാചകൻ പറഞ്ഞ കാര്യം, ആവശ്യമില്ലാത്തത് തന്റെ തലയിൽ കയറ്റരുത് എന്നത്. പലപ്പോഴും നോക്കൂ നിങ്ങൾ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാനമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന്, മിൻ ഹുസ്നിൽ ഇസ്ലാമിൽ മർ, ഒരു മനുഷ്യന്റെ ഇസ്ലാമിക സംസ്കാരത്തിൽ നന്നായി നിൽക്കുന്ന വിഷയം, ഒരു മനുഷ്യന്റെ ഇസ്ലാമിക സംസ്കാരത്തിൽ നന്നായി നിൽക്കുന്ന, ഉയർന്നു നിൽക്കേണ്ട വിഷയം എന്താണ്? തർക്കുഹു മാ ലാ യുഗ്നി, അവൻ ആവശ്യമില്ലാത്തത് ഒഴിവാക്കാന്നുള്ളത്. എന്താവശ്യം? ഒന്നുകിൽ ചെയ്യുന്ന ഏത് കാര്യമാവട്ടെ,
ഇന്ന് പ്രഭാതത്തിൽ സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റത് മുതൽ ഈ സമയം വരെ നമ്മളൊരു ഗ്രാഫായിട്ട് ബാക്കോട്ടൊന്ന് ചിന്തിച്ചു നോക്ക്. ഏത് വിഷയമാവട്ടെ, ഒന്നുകിൽ അവന്റെ ദുനിയാവിന് അത് ഉപകാരം ഉണ്ടാവും. ദുനിയാവിന്റെ ഉപകാരമുള്ള ഹലാലായ തനിക്കോ തന്റെ കുടുംബത്തിനോ മക്കൾക്കോ നാട്ടുകാർക്കോ സമൂഹത്തിന് ആർക്കെങ്കിലും ഉപകാരമുള്ള ഒരു കാര്യമായിരിക്കണം അവൻ ചെയ്തത്. അതല്ലെങ്കിൽ അവന്റെ പരലോകത്തിന് കിട്ടുന്നതാണ്. ഇത് രണ്ടുമല്ലാത്ത ഏതൊരു വിഷയവും ഒരു മുസ്ലിം ശ്രദ്ധിക്കേണ്ടതാണ്. ഏതു കാര്യവും അവർ ലഹവിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളാണ്. വിശ്വാസികളെ സംബന്ധിച്ച് ആവർത്തിച്ച് വിശുദ്ധ ഖുർആനിൽ പല രൂപത്തിൽ പറഞ്ഞൊരു വിഷയം എന്താ ലഹവ് എന്ന് പറഞ്ഞ. ലഹവ് എന്ന് പറഞ്ഞ ഒന്നാമത്തെ വിഷയം, അതിന്റെ വ്യാഖ്യാനം അല്ല സംഗീതം തന്നെ. അവിടെ നിന്ന് ഇങ്ങോട്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഈ പറഞ്ഞത് ദുനിയാവിനും ആഖിറത്തിനും ഉപകാരമില്ലാത്ത ഏതൊരു വിഷയവും അത് അനാവശ്യമാണ്. മലയാളത്തിൽ അനാവശ്യം എന്നല്ല എന്ന് പറയാം. ആ രൂപത്തിൽ വിനോദം എന്ന പേരിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതു കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഒരു സംസാരത്തിനപ്പുറത്ത് വളരെ നന്നായി ശ്രദ്ധിച്ചൊരു അജണ്ട സെറ്റ് ചെയ്ത് ഇതൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ, ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വെറുതെ അങ്ങനെ അല്ലേ. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയും ഒരു സ്മാർട്ട് ഫോണും നെറ്റും സുലഭമായുള്ള കാലം, നല്ലൊരു സമയം ഇങ്ങനെ പോവാൻ. വെറുതെ എന്ത് കേൾക്കുന്നു, എന്ത് കാണുന്നു, എന്തിന് കാണുന്നു, എന്തിന് സമയം കളയുന്നു എന്ന് പോലും അറിയാതെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർ ഇങ്ങനെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടുണ്ടാവുന്നതോ ആവശ്യമുള്ളതും ഇല്ലാത്തതും പലപ്പോഴും പച്ചയായ കുഫറുകളും നിഷേധങ്ങളും ദീനിനെ പരിഹസിക്കുന്നതും ഒക്കെ ഇങ്ങനെ. പ്രത്യേകിച്ച് റീൽസുകളിലൊക്കെ ഉള്ള കണ്ടന്റുകൾ എന്താ, മഹാഭൂരിപക്ഷം കുറെ ചിരിക്കാനുള്ളത്, കുറെ കളിയാക്കലുകൾ. എന്തൊരു ദുരന്തമാണ് സഹോദരങ്ങളെ. പലപ്പോഴും ആളുകൾക്ക് എന്താ പറയുക, വിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ നമസ്കാരത്തിൽ ചെല്ലേണ്ട ദിക്റുകൾ പോലും വളരെ ആത്മാർത്ഥമായിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ആ ദിക്റുകൾ പോലും മനസ്സിൽ നിൽക്കുന്നില്ല. എന്താ കാരണം? ദീനുൽ ഇസ്ലാമിന്റെ പ്രത്യേകത, വിശുദ്ധ ഖുർആനിന്റെയും ദീനിന്റെയും പ്രത്യേകത അറിയോ, ചെളിയുള്ളിടത്ത് നിൽക്കില്ല. പണ്ഡിതന്മാർ പറയുന്നത് തനിക്ക് ആവശ്യമില്ലാത്ത എന്നാൽ അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കണം എന്നാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ അരികിൽ പിൽക്കാലക്കാരായ രണ്ടാളുകൾ ചൊല്ലിയാണ്, താബിഈകളിൽപ്പെട്ട ആളുകൾ. അവർക്ക് വഴിയിൽ നിന്ന് കിട്ടിയ കുറെ ഏടുകളുമായിട്ടാണ് അവർ ചെല്ലുന്നത്. അവരിങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ അത്ഭുതങ്ങളുള്ള കുറെ കഥകളുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ അവരിങ്ങനെ ചെന്നു. അസറുകളിൽ കാണാം, ദീർഘനേരം അവർ കാത്തിരുന്നു. ദുഹ്ർ നമസ്കാരത്തിന് അദ്ദേഹം പുറത്തിറങ്ങിയപ്പോൾ രണ്ടാള് പുറത്തിരിക്കുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരെ കണ്ടപ്പോൾ, നിങ്ങൾ എന്താ ഇവിടെ? ഞങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്താ എന്നെ അറിയിച്ചൂടായിരുന്നോ? അപ്പൊ നിങ്ങൾ ഉറങ്ങുന്നില്ലെന്ന് വിചാരിച്ച് ഞങ്ങൾ അറിയിച്ചില്ല. അവരുടെ മര്യാദയൊക്കെ പറഞ്ഞു. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ സമയത്ത് ഞങ്ങൾക്ക് ഉറങ്ങാനുള്ളതല്ല, ഈ സമയം ഞങ്ങൾ അള്ളാഹുവുമായി പങ്കുവെക്കുന്ന ദുഹാ സമയങ്ങളിൽപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ഇത് കണ്ടപ്പോ ഇതെന്താണെന്ന് അറിയാൻ, ഇതിൽ കുറെ കഥകളും അത്ഭുതങ്ങളൊക്കെ ഉണ്ട്, അഹ്ലു കിതാബുകാരുടെ വേദങ്ങളിലുള്ളതാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി വന്നത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അതിലേക്ക് നോക്കിയത് പോലും ഇല്ലാന്ന്. അദ്ദേഹം വീട്ടുകാരെ വിളിച്ചിട്ട് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞൊരു പാത്രത്തിൽ. ഞാൻ ഈ വിഷയം ഇങ്ങനെ നോക്കുമ്പോ വായനയിൽ ശ്രദ്ധയിൽപ്പെട്ട ഒരു വിഷയം. എന്തിനാ വെള്ളത്തിൽ ഏടുകൾ ഇട്ട് അത് മായ്ച്ചു കളയണം. ഇടയ്ക്കിടെ അവർ പറയുന്നുണ്ട്, എന്നാലൊന്ന് നോക്കൂ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് കേൾപ്പിക്കാൻ, നഹ്നു നഖുസ്സു അലൈക അഹ്സനുൽ ഖസസി. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ല കഥകൾ വിശദീകരിച്ചു തരുന്നുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇത് വായിച്ചിട്ട് എനിക്കൊരു ഉപകാരമില്ല, നിങ്ങൾക്കും പ്രത്യേകിച്ച് ഉപകാരമില്ല, പിന്നെ എന്തിനാ അത്? ഇതിന്റെ അർത്ഥം ഇങ്ങനൊന്നും വായിക്കാൻ പാടില്ല എന്നല്ലേ. അതുപോലും ശ്രദ്ധിച്ചിരുന്നു നമ്മുടെ മുൻഗാമികൾ. എന്നിട്ടോ ഇന്ന് നേരം പുലർന്ന് സുബഹി നമസ്കാരത്തിന് ഈ സമയത്തിനടക്ക്, ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ചിലപ്പോൾ അൽക്കഹ്ഫ് പാരായണം ചെയ്ത ആളുകൾ ഉണ്ടാവും. അല്ലെങ്കിൽ പത്രം വായിക്കുന്ന ഒരു ദിവസം പോലും പത്രം വായന ഒഴിവാക്കാത്ത ആളുകൾ ഇത് ഒഴിവാക്കുന്നത് മലയാളികളുടെ നല്ലൊരു ശതമാനം ഒരു ശീലാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതോടൊപ്പം വിശുദ്ധ ഖുർആനിൽ നിന്ന് അല്പഭാഗം പാരായണം ചെയ്യാൻ
നമുക്ക് തൗഫീഖ് കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് അപകടമാണത്? എന്ത് സ്ഥാനമാണ് നമ്മൾ ഇതിന് കൊടുക്കുന്നത്? അവിടെ സുഹൃത്തുക്കളെ, ആവശ്യമുള്ളിടത്ത് പോലും അങ്ങനെയാണെങ്കിൽ ഒരാവശ്യമില്ലാത്ത പലപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം നമ്മളിങ്ങനെ അശ്രദ്ധയിലേക്ക് കൊണ്ടുപോകുന്ന ആളുകൾക്ക് ഇതിന്റെ പിറകിൽ ലക്ഷ്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. പണം ആഗ്രഹിക്കുന്നവരുണ്ട്, മറ്റു പലതും ആഗ്രഹിക്കുന്നവരുണ്ട്. അതിന്റെ പിറകെ ഇങ്ങനെ പോവാൻ വെറുതെ സമയം കളഞ്ഞിട്ട് വെറുതെ ഇതുപോലുള്ള കാര്യങ്ങൾ, എന്നിട്ട് ലജ്ജയില്ല, സംസ്കാരം എന്തെന്നറിയുന്നില്ല, ഈ വിഷയങ്ങളൊന്നുമില്ല. എന്നാൽ അവൻ നമസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, ആളുകളുടെ കൂടെ ഉണ്ട്, ഇസ്ലാമിക കമ്മ്യൂണിറ്റിയിലൊക്കെ ഉണ്ട്. അവനാണെങ്കിലും അവളാണെങ്കിലും ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കാതെ ലജ്ജ നഷ്ടപ്പെടുന്ന അവസ്ഥ നമുക്കൊക്കെ അറിയാം. പറഞ്ഞില്ലേ, ആരാ വിജയിച്ചതെന്ന് പറയാൻ? ആരാണ് ഹൃദയത്തെ ശുദ്ധിയാക്കിയവൻ? അവനാണ് വിജയിച്ചത്, അവനാണ് വിജയിച്ചവൻ. ഖുർആനിന്റെ വ്യാഖ്യാതാക്കൾ പറഞ്ഞു, ഖദ് ഫാസ ബിമത്ലൂബിഹി മൻ തഹറ നഫ്സഹു ബിതഹീലതിഹാ ബിൽഫലാഹിലി വതഹീലതിഹാ അനിർ റദാഇ. ആരാണോ മനസ്സിനെ പുണ്യകർമ്മങ്ങൾ കൊണ്ട് ശുദ്ധിയാക്കുകയും ദുഷ്കർമ്മങ്ങൾ കൊണ്ട് കേടുവരുത്താതിരിക്കുകയും ചെയ്യുന്നവൻ, അവനാണ് ഖദ് അഫ്ലഹ മൻ സക്കാഹ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇമാം നാസിറു സഅദി റഹിമഹുല്ലാഹ് ഒന്നുകൂടെ പറഞ്ഞു, തഹറ നഫ്സഹു മിനൽ ദുനൂബ്. പാപങ്ങൾ കൊണ്ട് ഹൃദയത്തെ കേടുവരുത്തുന്ന അവസ്ഥയില്ലാതെ അതിനെ ശുദ്ധീകരിക്കുന്ന ആളുകൾ, വതഖഹ മിനൽ ഉയൂബ് വറഖഹ ബിതഅത്തില്ലാഹ് വഅലാഹ ബിൽ ഇൽമി നാഫി വൽ അമലി സ്വാലിഹ്. അതെങ്ങനെ വിശദീകരിക്കാൻ? എന്താ, ഹൃദയത്തെ ഒരാൾ വളർത്തേണ്ടത് അല്ലാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ടും ഇബാദത്തുകൾ ചെയ്തുകൊണ്ടാണ്. ഒരാളുടെ ഹൃദയത്തിന്റെ വളർച്ചയുണ്ടാകുന്നത്, മാനസിക വികാസമുണ്ടാകുന്നത് ഒരു മുഅ്മിൻ മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിന് സത്യസന്ധമായി കീഴൊതുങ്ങുമ്പോഴാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള മാനസിക വികാസം, അതാണ് വളർച്ച. എന്ന് മാത്രമല്ല, അതിനെ ഉന്നതിയിലെത്തിക്കേണ്ടത് ഉപകാരമുള്ള ഇൽമു കൊണ്ടും അതോടൊപ്പം തന്നെ സൽക്കർമ്മങ്ങൾ കൊണ്ട്, അമലു സ്വാലിഹാത്തുകൾ കൊണ്ടുമാണ്. അങ്ങനെയാകുമ്പോൾ ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. എത്ര സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിലും, സമൂഹത്തിൽ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നതെങ്കിലും, അധികാരത്തിന്റെ ഏറ്റവും ഉന്നതിയിൽ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒക്കെ ശരി, ഹൃദയ വിശുദ്ധി ഇല്ലേ, അവൻ ആളുകൾക്കിടയിൽ ഉഷാറായിരിക്കും. പക്ഷെ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് വഖദ് ഖാബ മൻ ദസ്സാഹ. അതിനെ കേടുവരുത്തിയവൻ, ഹൃദയ വിശുദ്ധിയില്ലാത്തവൻ പരാജയപ്പെട്ടവനാണ്. അദ്ദേഹത്തിലും പരത്തിലും അങ്ങനെ ഉണ്ടാവും. എന്തൊക്കെ പറഞ്ഞാലും ആ രൂപത്തിൽ പരാജയം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു, എവിടെ ഇടപഴകുന്നു, അത് നമ്മുടെ ഹൃദയത്തെ എത്രത്തോളം നന്നാക്കിയെടുക്കാൻ പറ്റുന്നതാണ് എന്ന ചിന്തയൊക്കെ നമുക്ക് നന്നായിട്ടുണ്ടാവണം. എന്ന് മാത്രമല്ല, പരലോകവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് യൗമ ലാ യൻഫഉ മാലും വബനൂൻ. പരലോകത്ത് സന്താനങ്ങളോ, മാലും വലാ ബനൂൻ, സന്താനങ്ങളും സമ്പത്തും ഒന്നും ഉപകാരപ്പെടില്ല. ഒരു സംശയവുമില്ല. എന്തുണ്ടെന്ന് പറഞ്ഞാലും ശരി, ഒന്നും പരലോകത്ത് ഉപകാരപ്പെടില്ല ഈ പറഞ്ഞത്. എന്നിട്ടോ ഇല്ലാമൻ അതല്ലാഹ ബിഖൽബിൻ സലീം. എന്തല്ലാതെ സുരക്ഷിതമായി അള്ളാഹു ഏൽപ്പിച്ച പോലെ കളങ്കമില്ലാത്ത ഹൃദയവുമായി വരുന്നവർക്കല്ലാതെ ഒരു ഉപകാരവും ഇതോടൊന്നുമില്ല. എന്നാൽ ആയത്തിനെ വിശദീകരിച്ച് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞാൽ ഖൽബ് അല്ലദീ സലീം. ഇവിടെ ഖുർആൻ പറഞ്ഞ സലീം എന്ന് പറഞ്ഞ ഖൽബ്, അത് സലിമ മിനശ് ശിർക്ക് വശഖ് വമഹബ്ബത്തി ശർ വൽ ഇസ്റാർ അലൽ ബിദ്അത്തി വദ്ദുനൂബ്. ഇതിനൊക്കെ രക്ഷപ്പെടണം. ശിർക്കിൽ നിന്ന് രക്ഷപ്പെടണം, ബിദ്അത്തുകളിൽ നിന്ന് രക്ഷപ്പെടണം, സംശയങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം. അല്ലെ, പലപ്പോഴും എന്താ സംശയം തീർന്നിട്ടുണ്ടോ മനുഷ്യരെ? സുഹൃത്തുക്കളെ, ഏത് വിഷയത്തിലെടുത്ത് നോക്കിയാലും ഏറ്റവും അടിസ്ഥാനപരമായ അള്ളാഹുവിന് നൽകേണ്ട ഇബാദത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹിൽ വരെ ആളുകൾക്ക് സംശയം തീരുന്നില്ല. ഇതൊരു മഹാദുരന്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് റഹീം എന്ന അള്ളാഹുവിന്റെ സിഫത്തിനെ വിശദീകരിച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ. എന്താ റഹീം? റഹ്മാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുണ്ട്. എല്ലാവർക്കും അള്ളാന്റെ റഹ്മത്ത് നൽകുന്നവൻ, അതിങ്ങനെ നിറഞ്ഞൊഴുകുന്നവൻ.
റഹീം എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികളായ ആളുകൾക്ക് മാത്രം റഹ്മത്ത് നൽകുന്നവൻ. എന്താണ് റഹ്മത്ത്? അൽ ഇസ്മ എന്നതിന് പണ്ഡിതന്മാർ ഒറ്റ വാക്കിൽ പറഞ്ഞു രക്ഷ എന്നാണ്. ഇസ്മത്ത് എന്ന് പറഞ്ഞാൽ അൽ ഇസ്മത്തു മിനശ് ശുബ്ഹാത്തി വശഹവാത്ത് വൽ ഇസ്മത്തു മിനൻ നാർ എന്നാണ്. എന്താണ്? ശുബ്ഹത്തുകളിൽ നിന്ന് രക്ഷ. ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ വരെ സംശയം കൊണ്ട് നടക്കുന്ന മനുഷ്യരാണെങ്കിൽ അത് തീർക്കാൻ, അത് പഠിക്കാൻ സമയം നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ ഈ സംശയവുമായിട്ട് പരമ്പകത്തെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ? അതിന് സുരക്ഷ കിട്ടുന്ന അല്ലാഹുവിന്റെ കാരുണ്യം. അൽ ഇസ്മത്തു മിനശ് ശുബ്ഹാത്ത് വശഹവാത്ത്. സംശയമൊന്നുമില്ല ദീനിൽ, ഇതൊക്കെ ക്ലിയർ തന്നെയാണ്. പക്ഷെ അവന്റെ ദേഹേച്ഛകളെ പിടിച്ചു നിർത്താൻ അവന് പറ്റുന്നില്ല. കാണുന്നത്, കേൾക്കുന്നത്, അനുഭവിക്കുന്നത് ഇതൊക്കെ എന്താ തോന്നുന്നത്? അതാണ് ദേഹേച്ഛ. അതിന്ന് രക്ഷ കിട്ടണം. അതാണ് റഹീം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം അൽ ഇസ്മത്തു മിനൻ നാർ. ഇത് രണ്ടും കിട്ടുമ്പോ പരലോകത്ത് രക്ഷയുണ്ടാവും. ഏതായിരുന്നാലും നമ്മുടെ വിഷയം ഒരാളുടെ ഹൃദയം സുരക്ഷിതമാവുക എന്ന് പറഞ്ഞാൽ, സലീമാവുക എന്ന് പറഞ്ഞാൽ ശിർക്കിൽ നിന്ന്, സംശയരോഗങ്ങളിൽ നിന്ന്, ശഹ്വാത്തുകളിൽ നിന്ന്, അതുപോലെ തന്നെ വൻപാപങ്ങളിൽ നിന്ന്, ബിദ്അത്തുകളിൽ നിന്ന് ഇതൊക്കെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നൊരു ഹൃദയം ഇബാദത്തുകൾ കൊണ്ട്, ഈമാൻ കൊണ്ട്, നിരന്തരമായ അല്ലാഹുവോടുള്ള പ്രാർത്ഥനകൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവനാണ് വിജയിച്ചവൻ. വഅഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു വത്തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ കൊണ്ടുവരുന്ന ഹദീസിൽ കാണാം, അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖീല യാ റസൂലല്ലാഹ്, അല്ലാഹുവോട് ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകരെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, മൻ അസ്അദുൻ നാസി ബിശഫാഅതിക യൗമൽ ഖിയാമ. നബിയേ, ഖിയാമത്ത് നാളിൽ അങ്ങയുടെ ശഫാഅത്ത് കിട്ടുന്ന ഭാഗ്യവാന്മാർ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ഉണ്ട് പരലോകത്ത്. ആളുകൾ മനസ്സിലാക്കിയതുപോലെ മുസ്ലിമായ മുഴുവൻ മനുഷ്യരെയും ഇതൊക്കെ നമ്മുടെ ആളുകളാന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലാക്കുന്ന നല്ല ശഫാഅത്ത്. നേരെ മറിച്ച് ഉമ്മത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട് ജീവിച്ച് മരണപ്പെട്ട മനുഷ്യർ, മൻ മാത മിൻ ഉമ്മത്തി ലാ യുശ്രികൂന ബില്ലാഹി ഷൈഅ എന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉമ്മത്തിൽ ഒരാൾ ഒരു ശിർക്ക് ചെയ്യാതെ മരണപ്പെട്ടവരാണ്. എന്നാൽ അയാളിൽ വ്യക്തിപരമായി വന്നുപോയ പാപങ്ങളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് ഉണ്ട്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതായിരുന്നാലും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കൂടെ ചോദിക്കാൻ, നബിയെ, അങ്ങയുടെ ശഫാഅത്ത് കിട്ടുന്ന മഹാഭാഗ്യവാന്മാർ ആരാണ്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് ളനന്തു യാ അബൂ ഹുറൈറ അല്ലാ യസ്അലനി അൻ ഹാദൽ ഹദീസ് അഹദുൻ അവ്വല മിൻ. അബൂ ഹുറൈറ, ഞാനിങ്ങനെ വിചാരിച്ചിരിക്കുന്നു, നിങ്ങൾ തന്നെ ആയിരിക്കും ഈ കാര്യം എന്നോട് ആദ്യം ചോദിക്കുക എന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ, എന്താണ് അതിന്റെ കാരണം? ലിമാ റഅയ്തു മിൻ ഹിർസിക അലൽ ഹദീസ്. ഹദീസുകളോടുള്ള അങ്ങയുടെ അടങ്ങാത്ത ആഗ്രഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം ചെയ്യാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്. പക്ഷെ പലപ്പോഴും എന്തറിയോ, ലോകത്തെ ഏറ്റവും പരിഹസിക്കപ്പെടുന്ന സഹാബികളിൽ ഒരു സഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ കെട്ടിയിട്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അബൂ ഹുറൈറയുടെ ഹദീസ്. സുഹൃത്തുക്കളെ, അങ്ങനെയൊന്നും അറിയാതെ പോലും പറഞ്ഞു പോകരുത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിയായി ജീവിതം മുഴുവൻ മസ്ജിദുൻ നബവിയുടെ പരിസരത്ത് ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെങ്കിലും കിട്ടിയാൽ തിന്നും, ബാക്കി മുഴുവൻ ഹദീസ് രേഖപ്പെടുത്താൻ അതിങ്ങനെ ശ്രദ്ധിച്ചിരുന്നൊരു മഹാ പണ്ഡിതനായ ഒരു മഹാ സ്വഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സർട്ടിഫൈ ചെയ്യുന്നതാണ് ഇവിടെ കാണുന്നത്. നമ്മുടെ വിഷയം അതല്ല. ഏതായിരുന്നാലും അദ്ദേഹം എന്നിട്ട് പറയുന്ന അസ്അദുന്നാസ്, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളിൽ മഹാഭാഗ്യവാന്മാരാണ് ബിശഫാഅത്തി യൗമൽ ഖിയാമ,
ഖിയാമത്ത് നാളിൽ എന്റെ ശഫാഅത്ത് കിട്ടുന്ന മൻ, ആരാണത്? ഒരുത്തൻ. ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, അദ്ദേഹം, ആ മനുഷ്യൻ ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്, ഖാലിസൻ മിൻ ഖൽബിഹി, തന്റെ ഖൽബിൽ ഇഖ്ലാസോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചവൻ ആരാണോ അവനാണ് എന്റെ ശഫാഅത്ത് കിട്ടുന്നത്. ഖാലിസ് എന്ന് പറഞ്ഞാൽ ഒന്നും കലരാത്തത് എന്നാണ് അതിന്റെ അർത്ഥം. മറ്റൊന്നും കലരാത്തത്. വിശുദ്ധ ഖുർആനിൽ ഒരായത്ത് കാണാം, കന്നുകാലികളിൽ നിന്ന് വരുന്ന പശു അതുപോലെ മറ്റു മൃഗങ്ങൾ പാല് തരുന്നതുമായി ബന്ധപ്പെട്ട് ഖുർആൻ പറയുന്നുണ്ട്. എന്താ? മിൻ ബൈനി ദമൻ വഫറസിൻ ഖാലിസൻ ലബന, രക്തത്തിന്റെയും ചാണകത്തിന്റെയും ഇടയിൽ നിന്ന് വരുന്ന ഖാലിസായിട്ടുള്ള പാല് എന്ന് പറഞ്ഞാൽ പശുവാണെങ്കിലും മറ്റു മൃഗങ്ങളാണെങ്കിലും പാലും രക്തവും ചാണകവും ഒക്കെ അകത്ത് ഒരേ വഴിയാണ് വരുന്നത്. അതൊരു മഹാ അത്ഭുതമായിട്ട് കൂടെയാണ് ഖുർആൻ പറയുന്നത്. പുറത്തു വരുന്നത് വ്യത്യസ്ത വഴികളിലൂടെയാണെങ്കിൽ ഈ ചാണകത്തിന്റെ രക്തത്തിന്റെ ഇടയിൽ നിന്ന് പുറത്തോട്ട് വരുമ്പോ ആ പാലിൽ ഒന്നും ഒരംശവും എങ്ങനെ ടെസ്റ്റ് ചെയ്താലും കാണാൻ പറ്റാത്തത്ര ശുദ്ധമായ, അവിടെ പ്രയോഗിച്ച വാക്കാണ് ഖാലിസ്. അള്ളാഹുവിന് നൽകേണ്ട ഇബാദത്തുകളിൽ ഒന്നും കലരാൻ പാടില്ല എന്നർത്ഥം. അങ്ങനെ നിഷ്കളങ്കമായി ദീനിന്റെ ഇബാദത്തുകൾ, ദീനിൽ പഠിപ്പിച്ച വിഷയങ്ങൾ അള്ളാഹു പഠിപ്പിച്ചതുകൊണ്ട്, അവൻ പറഞ്ഞതുകൊണ്ട്, അവനിൽ നിന്നുള്ള പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട്, നരകം ഭയപ്പെട്ടുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്ന സത്യസന്ധത ഒരാൾക്കുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ടെങ്കിൽ, ഇബാദത്ത് ഒരാൾക്കും നൽകുന്നില്ലെങ്കിൽ അവിടെ അവന് സ്വർഗമുണ്ട്, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുണ്ട് എന്നർത്ഥം. ഞാനിത് പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന ഏതൊരു കർമ്മവും നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. ബാങ്കിന് കൂടെ മറുപടി പറയുകയും അതിനുശേഷം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയും പ്രവാചകന് ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന, പ്രവാചകന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മായി പ്രാർത്ഥന ചൊല്ലുകയും ചെയ്ത ആൾക്ക് സ്വർഗമുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പക്ഷെ പ്രയോഗിച്ച വാക്ക് മിൻ ഖൽബിഹി, അവന്റെ ഹൃദയം അറിഞ്ഞുകൊണ്ട് തന്നെ. ഏത് ഇബാദത്തും ഇങ്ങനെയാണ്. ഉടനെ ഹൃദയത്തിൽ കറ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ രഹസ്യ ജീവിതത്തിൽ നമ്മളുമായി ഉണ്ടാവുന്നിടത്ത്, നമ്മൾ മാത്രമാകുന്നിടത്ത് എന്ന് പറഞ്ഞാൽ അത് ഏതു കാര്യത്തിലും നമുക്കറിയാവുന്ന വിഷയങ്ങളിൽ പുറത്ത് കാണുന്ന രൂപത്തിൽ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ അത് ഇബാദത്തുകളൊന്നും പരിഗണിക്കപ്പെടാൻ പറ്റുന്ന അവസ്ഥയിലാവില്ല. അവിടെ കുത്തുകളുണ്ട്, അത് ഖാലിസാവില്ല. അവിടെ ഏറ്റവും അടിസ്ഥാനപരമായി ജീവിത വിശുദ്ധി, നമ്മുടെ ഹൃദയം, നമ്മളാകുന്നത് അത് തുറന്ന ഒരവസ്ഥയിൽ ആകുന്നത് വരെ അതിനുവേണ്ടി പരിശ്രമിക്കണം. എന്നിട്ടാണ് ഇബാദത്തുകൾ ചെയ്യേണ്ടത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ഇവിടെ സാധാരണ ഉള്ള അന്നും പങ്കെടുക്കുന്ന ഒരു സഹോദരന്റെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്. ഖബറടക്കി വന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മയുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ പള്ളി മാസത്തിൽ ഒരു വെള്ളിയാഴ്ച പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പിരിവ് നടത്താറുണ്ട്. സാധാരണ ഇവിടെ ഇടക്കിടക്ക് ഏതെങ്കിലും മാസങ്ങളിലൊക്കെ ഞാൻ പറയാറുണ്ട്, ഇങ്ങനെയുള്ളൊരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അറിയാം, മറ്റു വരുമാനങ്ങളൊന്നും ഇല്ലാത്ത ഇവരുടെ സ്ഥാപനങ്ങൾ നമ്മുടെ വരുമാനത്തിന്റെ ഒരു വിഹിതം അതിലൊക്കെ ഉണ്ടാവണം. വളരെ ആത്മാർത്ഥമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ മെമ്പറിൽ നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ ആളുകൾ പഠിച്ചിട്ടുണ്ടാവും. കുറെ ആളുകൾ, അപരിചിതരായ ആളുകൾ ഇങ്ങനെ ഫോൺ ചെയ്യാറുണ്ട് ഓരോ വിഷയങ്ങളിൽ. വല്ല സന്തോഷം തോന്നാറുണ്ട്. ഏതായിരുന്നാലും അങ്ങനെ ഒരു കാര്യം സുഹൃത്തുക്കളെ, നമ്മളുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള ഈ സ്ഥാപനത്തിലുണ്ട്, ഞാൻ ഉദ്ദേശിച്ചത് ദീനുമായി ബന്ധപ്പെട്ട് ആത്മാർത്ഥമായി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളിൽ എത്ര ചെറുതാണെങ്കിലും നമ്മുടെയൊക്കെ പങ്കുണ്ടാവാം. ഇവിടെ ഒരു കളക്ഷന് വലിയൊരു സംഖ്യ കിട്ടാൻ വേണ്ടി പറയുന്നതല്ല. അതുകൊണ്ട് ഇങ്ങനെ മാസത്തിൽ ഒരു വെള്ളിയാഴ്ച ഇതിന്റെ പരിപാലനവുമായി ബന്ധപ്പെട്ട് ഇത് കൊണ്ടു നടക്കുന്ന കുറച്ച് ആളുകൾക്ക് ഒരു മടുപ്പ് വരാൻ പാടില്ല. ഒരു മടുപ്പ് വരുന്നല്ല, എന്നാലും എന്നും ഒരു ബാധ്യതയായി വരാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ ശ്രദ്ധയിലും പ്രാർത്ഥനയിലും ഒക്കെ ഉണ്ടാവണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പാപങ്ങൾ അവൻ പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നാം ചെയ്യുന്ന അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങളായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അല്ലാഹുവിനെ സൂക്ഷിച്ച് സത്യസന്ധരായി
നിഷ്കളങ്കരായി ജീവിച്ച് മരണപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ മരണപ്പെട്ട മാതാക്കൾ, പിതാക്കൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, സത്യവിശ്വാസികൾ, അവരുടെ ഖബറുകൾ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. പരീക്ഷണങ്ങളിൽ തളരാതെ അല്ലാഹുവിന് ക്ഷമയോടുകൂടി ജീവിതം അവസാനിപ്പിക്കാൻ നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ വളരെ അപ്രതീക്ഷിതമായി നമ്മളൊക്കെ രാവിലെ നമ്മുടെ മക്കളെ വിടും, അവരൊക്കെ ഉമ്മച്ചിയെ പോവാന്ന് പറഞ്ഞ് തിരിച്ച് വല്ലാത്ത ഒരവസ്ഥയിലാണ് ഇന്നലെ അപ്രതീക്ഷിതമായി നമ്മളിങ്ങനെ വൈകുന്നേര സമയത്ത് ന്യൂസ് ശ്രദ്ധിക്കുമ്പോ ഒരു ഉമ്മ തന്റെ മകളെങ്ങനെ ആർത്തു വിളിക്കുന്ന അതിനടിയിൽപ്പെട്ട ഒരു കുട്ടികളൊന്ന് ആലോചിച്ച് നോക്ക്. നമുക്കൊക്കെ മക്കളുണ്ട്. ആ കുട്ടികളൊക്കെ ഇന്ന് പലരും ഖബറിനടിയിലെത്തി എന്നും ഉമ്മ കൊടുത്ത് സന്തോഷത്തോടുകൂടി തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഉമ്മമാർ ഇന്ന് ഇടറുന്ന മനസ്സുമായി എന്നേക്കുമായി അവരുടെ മക്കളെ പറഞ്ഞേക്കുന്ന അവസ്ഥ. സുഹൃത്തുക്കളെ, ഇങ്ങനെയൊക്കെ ഓരോന്നിനും വന്നുപെടുമ്പോഴാണ് എല്ലാം മറന്നു ജീവിക്കുന്ന ആളുകൾക്കൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റാതിരിക്കുക. ഇതൊക്കെ ഇന്ന് അവിടെയാണെങ്കിൽ നാളെ പുറത്തുള്ളത്. ഇതൊക്കെ നമ്മളിങ്ങനെ കഴിഞ്ഞ വെള്ളിയാഴ്ച കഴിഞ്ഞ ഖുതുബയിലല്ലേ ഞാൻ അപകടങ്ങളെ കുറിച്ച് സൂചിപ്പിച്ച്, വാഹനം ഓടിക്കുന്നിടത്ത്, ബാക്കിയുള്ളിടത്ത് നമ്മുടെ ഭരണാധികാരികൾ, ബന്ധപ്പെട്ട ആളുകൾ പറ്റുന്നിടത്തൊക്കെ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അതേപോലെ തന്നെ ഈ നമ്മുടെ ശാസ്ത്രീയമല്ലാത്ത റോഡിന്റെ ഇതുപോലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഏതെങ്കിലും ആളുകൾ ചെയ്തോളും, നമുക്കതിലൊന്നും ബാധ്യതയില്ല എന്ന രൂപത്തിലല്ല. നമ്മൾ ജീവിക്കുന്ന ഒരു രാജ്യത്ത് ഇനിയും ഇതുപോലെ മനുഷ്യരുടെ അശ്രദ്ധ കൊണ്ട് ഇതുപോലെ അപകടങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അമിതമായ വേഗത, അശ്രദ്ധ, ആവേശം, അശാസ്ത്രീയമായ ഇതുപോലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് സഹിക്കാൻ പറ്റാത്ത, കാണാൻ പറ്റാത്ത, ഉറക്കം നഷ്ടപ്പെടുന്ന ഇതുപോലുള്ള അനുഭവങ്ങളാണ്. അള്ളാഹു ആ കുടുംബത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ കുട്ടികളെ നാളെ പരലോകത്ത് സ്വർഗ്ഗ പൂന്തോപ്പിൽ അള്ളാഹു ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد والحمد لله رب العالمين.